തീർച്ചയായും. കാരണം അവർക്ക് അറിയാം ഇത്ര കാലത്ത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഗസയിൽ മാത്രമല്ല പാലസ്തീൻ ബാക്കി രാജ്യങ്ങളിലുള്ള പാലസ്തീൻ കുട്ടികൾക്കും അവരുടെ ഫാമിലീസിനും വിദ്യാഭ്യാസമാണ് അവരെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഫൈനലി സഹായിക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ്, അതിനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അവരിലുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവർ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കാൻ പല സാധാരണ സ്ഥലങ്ങളിലുള്ള കുട്ടികൾ കാണിക്കുന്നതിനേക്കാളിലും വിദ്യാഭ്യാസത്തിലൊരു ഇൻവോൾവ്മെൻറ്റ് അവർ കാണിക്കുന്നു. അത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് കാരണം ഇതായിരിക്കണം. കാരണം അവർക്കും അറിയാം ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തന്നെ വരണം. കാരണം അവർ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് എന്തെങ്കിലും ഒരു ഫൈനലി ഇതൊരു നെഗോഷിയേഷനിൽ കൂടെ തന്നെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് വരുന്നതെന്നുണ്ട്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ താങ്കൾ പഠിപ്പിച്ച ഏതെങ്കിലും കുട്ടികളുടെ പേരുകൾ അങ്ങനെ മനസ്സിൽ വല്ലാതെ ഉടക്കിപ്പോയ ഏതെങ്കിലും കുട്ടികളുണ്ടോ? അങ്ങനെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ നേരെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ അറബിക്കിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സ്കൂളുകളിൽ എന്തൊക്കെ കരിക്കുലം അവർ പഠിപ്പിക്കണം, ഏതൊക്കെ മെത്തഡോളജി ഉപയോഗിക്കണം, അവിടെ ചെന്നിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ ലാപ്ടോപ്പ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സമയത്തായിരുന്നു എല്ലാ കുട്ടികൾക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. അത് കാരണം നേരെ പേര് പലരെയും ഓർമ്മയുണ്ട്. ഇപ്പോൾ പാലസ്തീൻ കുട്ടികൾ ഗാസയിൽ മാത്രമല്ലല്ലോ, ഗാസയിൽ ഞാൻ വിസിറ്റ് ചെയ്യാറ്. അവിടെ നമുക്ക് ബേസ് ചെയ്യാൻ പറ്റില്ല. അമാനിലായിരുന്നു എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അമാനിൽ ഇടയ്ക്ക് 2-3 മാസം കൂടുമ്പോൾ പോകും. എന്തായാലും ഗാസയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഒരു കുടുംബത്തിനെ ഞാൻ വളരെ ക്ലിയറായിട്ട് ഓർക്കുന്നു. അവരുടെ റിലേറ്റീവ്സ് ഗാസയിലുണ്ട്, പക്ഷേ അവരെ ബേസ് ചെയ്തിരിക്കുന്ന അമാനിലാണ്. ഇന്ന് ഞാൻ അവരുമായിട്ട് ഞങ്ങൾക്ക് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പം ഞാനിത് ജോയിൻ ചെയ്ത സമയത്ത് അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എൻ്റെ മകൾക്കും മക്കൾക്കൊക്കെ. ഞാൻ പറഞ്ഞു വളരെ സന്തോഷമായിരിക്കും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിന് കാരണം ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളൊരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടി. അതല്ല, അവർക്ക് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്കറിയാം ഇപ്പോൾ എന്നോടോ എൻ്റെ ഫാമിലിയോടോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ അറബിക്ക് സംസാരിച്ചാൽ ഞങ്ങൾക്കറിയില്ല, സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ വേണം. അപ്പം അതിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാം. അങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടികളാണ്. ഫാമിലീസും അങ്ങനെയാണ്. അവർ ജീവിച്ചിരിപ്പുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ ഗാസയിലല്ല ആ ഫാമിലി. അവരുടെ റിലേറ്റീവ്സ് ഗാസയിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഒപ്പം തന്നെ മറ്റൊന്ന് ചോദിക്കാം. നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. ദൈന്യതയോടെ കണ്ണുകളോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഇങ്ങനെ ഗസയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഒരുതരം നിസ്സഹായതയും മരവിപ്പും മാത്രമാണ് അത്തരം ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇനി ഈ രീതിയിൽ ഇങ്ങനെ ആക്രമണം തുടരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ വരുന്ന കുട്ടികളാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് പഠിക്കണം, ലോകം അറിയണം, കൂടുതൽ അവരുടെ പ്രശ്നങ്ങൾ ലോകത്തേക്ക് എത്തിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവരൊന്ന് പിച്ച വെക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ഈ ഇരയായി വീണു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി? ഒപ്പം തന്നെ UN-ന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഫലസ്തീനിൽ എങ്ങനെ നടക്കും? ആ കാര്യങ്ങളിലൊക്കെ ഒരു ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം UN എന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു എത്രത്തോളം അതിനൊരു ശക്തിയുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു സമയമാണിപ്പോൾ. മറ്റത് UN-ലൊരു ഡിസിഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ അത് അതിൽ ഇപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ പോകണമെങ്കിൽ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചുള്ള അതൊന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ അടുത്ത UN സമ്മേളനത്തിൽ തന്നെ അത് പല രാജ്യങ്ങളും അത് എക്സ്പ്രസ് ചെയ്യുണ്ടായി. ഇതുകൊണ്ട് ഇതൊരു ഇനാക്റ്റീവായി വരികയാണ്. UN-നെ നമ്മൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ കൺട്രോൾ ഉള്ളപ്പോൾ എങ്ങനെ നമുക്കൊരു ഡിസിഷൻ അവിടെ കൊണ്ടുവരാൻ പറ്റും? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈവൻ വേൾഡ് വാർ അതിന് മുമ്പ് തന്നെ അവരെ അന്ന് പറഞ്ഞത് ആളുകളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് രാജ്യമില്ലാത്ത ആളുകളെ മാറ്റുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതായത് പാലസ്തീനിലെ ആളുകൾ താമസമില്ല, അത് കാരണം ജൂതന്മാർ അങ്ങോട്ട് അവിടെ പാർപ്പിക്കാം എന്നുള്ളത് അത് തന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു വലിയൊരു നുണയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ അറ്റ്ലസ് പോലും ഉണ്ട്. അന്നത്തെ കാലത്തുള്ള എല്ലാ സെറ്റിൽമെൻറ്റ്സ് അന്ന് എല്ലാം ഉണ്ട്. അവിടെ ആളുകൾ താമസിക്കുന്നതല്ലേ.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അന്ന് തന്നെ ഇതിനോടൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നോ? നമുക്ക് തീർച്ചയായിട്ടും ഇല്ല. അതിൻ്റെ അവരുടെ ഉദ്ദേശങ്ങൾ വളരെ വ്യത്യാസമാണ്. പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഹിസ്റ്ററി നോക്കിയാൽ ക്ലിയറായിട്ട് അറിയും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് എങ്ങനെ ഇത് ഇന്ന് ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചത് എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകാമെന്ന് വളരെ പ്രയാസമാണ് പറയാൻ. ഈ ട്രംപിനാണെങ്കിലോ അല്ലെങ്കിൽ നെതന്യാഹുവിനാണെങ്കിലോ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ആണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു നെഗോഷിയേഷൻ ടൈമിലെങ്കിലും ഈ ആളുകളെ കൊല്ലുന്നത് നിർത്തണ്ടേ? അത് കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവരെ ട്രസ്റ്റ് ചെയ്യുക? അതാണ് പ്രോബ്ലം. യെസ്, വളരെയധികം നന്ദി ശ്രീ മേനോൻ നമ്മോട് പ്രതികരിച്ചതിന്. കാരണം അവിടെ നേരിട്ട് പോയി അവിടുത്തെ കുട്ടികളെ കണ്ട ആളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അതിൻ്റെ വൈകാരികത കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശരിക്കും ജിൽസി, എനിക്ക് ഇദ്ദേഹം അന്ന് പിന്നെ നമ്മുടെ കൊച്ചിയിലെ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മുണ്ടക്കയിലേക്കാണ് എൻ്റെ ഓർമ്മകൾ പോയത്. കാരണം അവിടെ മുണ്ടക്കയിലെ ചൂരൽമല സ്കൂളിലെ കുട്ടികളുടെ മരിച്ചതിന് ശേഷമുള്ള 1ാം വാർഷികത്തിന് അവിടുത്തെ അധ്യാപകർ വന്ന് കരഞ്ഞ ആ രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം കുട്ടികൾ മരിക്കുക, അതും അറിയുന്ന കുട്ടികൾ, തങ്ങൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ മരിച്ചു വീഴുക എന്ന് പറയുമ്പോൾ അതിലുള്ള സങ്കടം വളരെ വലുതാണ്. അതെ, നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ആ വരുന്ന ദൃശ്യങ്ങളൊക്കെ എത്ര വൈകാരികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ കുട്ടികളെ ഒന്നും ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഗസയിൽ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവാനുള്ള ശ്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ശരി, ഇതുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളിലേക്കൂടെ പോകാം അല്ലേ? യെസ്, ഫലസ്തീൻ അംബാസഡർ, ഇന്ത്യയിലേക്കുള്ള ഫലസ്തീൻ അംബാസഡർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലുണ്ടായിരുന്നു. വിവിധ പരിപാടികൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുസ്ലിം ലീഗിന്റെ പരിപാടിയിലും CPM-ന്റെ പരിപാടിയിലൊക്കെ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ഈ ഗസയ്ക്ക് വേണ്ടിയുണ്ട്. അത് അദ്ദേഹത്തിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്.